ക്ഷേത്രത്തിൽ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് സർവ്വത്തിൽ മുക്തിമോക്ഷം നമുക്ക് കിട്ടാൻ തുടങ്ങും. പല ഭക്തരും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർക്ക് ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. അവർ നല്ല ഭക്തിയോടുകൂടിയായിരിക്കും പ്രാർത്ഥിക്കുക. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കാതെ വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? പല ഭക്തരും ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നുള്ളവരെ കാരണം എടുത്ത് പറയാം. ഇപ്പോൾ പഴനി ചെല്ലുമ്പോൾ നമ്മൾ തല മുണ്ടനം ചെയ്യുക, മുടി മുട്ടയടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുട്ടയടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. അവിടെ അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ശരിക്കും പഴനിയിൽ മുടി മുട്ടയടിച്ചൊരു അങ്ങനെ എൻ്റെ ഒരു ആചാരം വരാൻ കാരണം എന്താണെന്ന് പറയാൻ പറ്റും? നമ്മൾ ഇവിടെ ചോദിക്കേണ്ട, നമ്മളിവിടെ സമർപ്പണം ആയാൽ മാത്രം മതി. ദൈവം ഭക്തന് ചോദിച്ചു തരുന്ന ശക്തിയല്ല. നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സങ്കടം എന്താണ്, നമ്മൾ എന്ത് തരണം, അത് അവർക്കറിയാം. ആ മാറ്റം ഇവിടെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതേ പറയാൻ നമ്മൾ മാറാൻ തയ്യാറായാൽ മാത്രം മതി. സർവ്വമാറ്റങ്ങളും മഹാസിദ്ധൻ മുരുകനോടും ഭോഗസിദ്ധനോടും ബാലത്രിപുരസിദ്ധനും മാറ്റിത്തരും. അപ്പോൾ ഇത്രയും ലോകം അറിയുന്ന മുരുകനെ നവഭാഷം പ്രൊജക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത് ഭോഗസിദ്ധൻ. നവമെന്ന് 9 ഔഷധം കൊണ്ട് ഈ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സ്വാമി. മുരുകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടും ആത്മരീതിയായിട്ട് സമർപ്പണം ചെയ്യുന്ന മഹാസിദ്ധന്മാരാണ്. ഇവർക്ക് ഭോഗറും ഒരു ചൊവ്വാഗ്രഹ അധിപതികളാണ്. ഇപ്പോൾ ഭോഗസിദ്ധനെക്കുറിച്ച് ഒന്ന് ചുരുങ്ങിയ വാക്കിലൊന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് എടുത്ത് പറയാൻ പറ്റും? അപ്പോൾ ഭോഗർ എന്നിട്ട് ചൊവ്വാഗ്രഹ അധിപതിയാണ്. നേരത്തെ പറഞ്ഞ ചൊവ്വാദോഷം എല്ലാവർക്കും ചൊവ്വാദോഷം നിവാരണം, ഭൂമിക്കാരൻ ചൊവ്വാണ്, കോടതി കേസ് നിവാരണം, ശത്രുദോഷ നിവാരണം, അതേപോലെ സന്താനം കൊണ്ട് നമുക്ക് ഇല്ല. അപ്പോൾ ജ്ഞാനദണ്ഡായുധ പാണിയാണ്. അപ്പോൾ ജ്ഞാനം എന്താണ്? ഒരു മനുഷ്യൻ അർസനാകണം, അവന് ആണ്ടിയാകണം. ജ്ഞാനം തരുന്ന മഹാശക്തിയാണ് അവിടെ നമ്മൾ പണി കാണുന്നത്. ആദ്യത്തെ അഭിഷേകം അതാണ്, ജ്ഞാനദണ്ഡായുധ പാണിയാണ്. അപ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടണം. ജ്ഞാനം കിട്ടുന്ന മുരുകൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. അതാണ് പഴനിക്ക് പ്രധാനം. ആ മഹാസിദ്ധൻ ഉണ്ടാക്കിയത് നമ്മുടെ ഭോഗസിദ്ധാണ് സ്വാമി. അപ്പോൾ ആ ജ്ഞാനപണ്ഡിതൻ ഉണ്ടാക്കുകയാണെങ്കിൽ മുരുകൻ ദർശനം ഭോഗർ കൊടുത്തിട്ട് പിന്നെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഐതിഹ്യം പറയുകയാണെങ്കിൽ പഴനി മുരുകൻ്റെ ഭോഗർ ഉണ്ടാക്കി, പിന്നെ ജീവസമാധിയായി. പലർക്കും നമ്മൾ ഹിസ്റ്ററി കഴിഞ്ഞ ഒന്നാണ്. തുടക്കം അപ്പോഴാണ് വീണ്ടും വരുന്നത്. ഭോഗർ ഉണ്ടാക്കി രണ്ടാമത്തെ ചിലയുണ്ട് നമുക്ക് അറിയുന്ന പഴനി. രണ്ടാമത്തെ അമ്പലം വന്നിട്ട് പഴനി നവപാഷാണം ദശപാഷാണമുണ്ട്. ഭോഗർ ചില നിവാരണം ചെയ്തിട്ട് താൻ ശിശുവിനെ വിളിച്ചിട്ട് താൻ വിവാഹം കഴിക്കണം, നിൻ്റെ വംശം വഴി വരുന്ന ഈ ക്ഷേത്രം വഴിയെടുത്ത് കൊണ്ടുപോകണം. ഭോഗസിദ്ധൻ ജീവസമാധി. ഭോഗർ എവിടെ പോയി? ഭോഗർ ചൈന പോയി. അവിടെ ചൈനയിൽ 3000 വർഷം നിന്നിരുന്നു. പിന്നെയും നമ്മുടെ ഭാരതം വരുവാണ്. രണ്ടാമത്തെ ക്ഷേത്രമാണ് ദശപാഷാണം. പഴനി നവപാഷാണം, ദശപാഷാണം. പഴനി ജ്ഞാനദണ്ഡായുധപാണി സ്വാമി, ഇത് കുളന്തൈ വേലായുധ സ്വാമി. ആ അമ്പല ക്ഷേത്രമുണ്ട് നമ്മുടെ കൊടൈക്കനാലിനടുത്ത് പൂമ്പാറ എന്ന ഗ്രാമത്തിൽ. ഇതാണ് കുളന്തൈ വേലായുധ സ്വാമി. ഇതൊക്കെ നമുക്ക് അഭിവൃദ്ധിക്കുള്ള മഹാശക്തികളാണ്. അപ്പോൾ മുരുകൻ എന്ന് പറയുമ്പോൾ തന്നെ സർവവും അതിൽ നമുക്ക് തരുന്ന മഹാശക്തി ജ്ഞാനശക്തിയാണ്. നമ്മൾ വീരം, ധൈര്യം, അഷ്ടമശക്തി തരുന്ന മഹാശക്തിയാണ് മുരുകൻ എന്ന് പറയുന്ന സ്വാമികൾ. അപ്പോൾ ആ മുരുകൻ ഉണ്ടാക്കിയ മഹാസിദ്ധനാണ് ഭോഗസിദ്ധൻ. ഭോഗസിദ്ധൻ മുരുകൻ്റെ ക്ഷേത്രം പലതുണ്ടെങ്കിലും ഭോഗർക്ക് വേണ്ടി ക്ഷേത്രം നമ്മുടെ ഭാരതത്തിൽ ഇതൊന്നാണ്. അപ്പോൾ ആത്മരീതിയായിട്ട് ശാപമുക്തിക്ക് വേണ്ടി നമ്മൾ സമർപ്പണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ സർവശക്തികളും ഇവിടുന്ന് ഗുരുമുഖാന്തരം കിട്ടും. നമ്മൾ പല ഭക്തരും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർക്ക് ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. അവർ നല്ല ഭക്തിയോടുകൂടിയായിരിക്കും പ്രാർത്ഥിക്കുക. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? എല്ലാത്തിലും ഒരു കർമ്മ തന്നെയാണ് നമുക്ക് പറയാം. നമ്മൾ ചെയ്ത കർമ്മ. അപ്പോൾ നമ്മൾ ആത്മീയ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ മനുഷ്യന് ആവശ്യം ചോദിക്കുകയാണ്. എൻ്റെ ആവശ്യം നമ്മുടെ നിരന്തര ബുദ്ധിമുട്ട് മാറിക്കൊണ്ടിരിക്കും സ്വാമി. ഇന്നായിരിക്കും നാളെ, അടുത്ത ആഴ്ച, അടുത്ത മാസം. അപ്പോൾ നിരന്തര കഷ്ടം ദോഷം നിവാരണം ആകുന്ന സിദ്ധന്മാർക്ക് പോകാൻ സാധ്യം. നമ്മൾ ഇവിടെ ചോദിക്കേണ്ട, നമ്മളിവിടെ സമർപ്പണം ആയാൽ മാത്രം മതി. ദൈവം ഭക്തന് ചോദിച്ചു തരുന്ന ശക്തിയല്ല. നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സങ്കടം എന്താണ്, നമ്മൾ എന്ത് തരണം, അത് അവർക്കറിയാം. ആ മാറ്റം ഇവിടെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതേ പറയാൻ നമ്മൾ മാറാൻ തയ്യാറായാൽ മാത്രം മതി. സർവ്വമാറ്റങ്ങളും മഹാസിദ്ധൻ മുരുകനോടും ഭോഗസിദ്ധനോടും ബാലത്രിപുരസിദ്ധനും മാറ്റിത്തരും. നമ്മൾ അഹം മാറാം. അപ്പോൾ അഹം മാറിക്കഴിഞ്ഞാൽ സിദ്ധനും അഹം വരും, മുരുകനും വരും,
ദേവിയും വരും, മോഹനും വരും. നമ്മൾ ജീവാത്മ പരമാത്മ ഒന്നാകും. നമ്മൾ മാറാൻ അത്രയും മതി. സർവ്വമാറ്റം ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. സർവ്വത്തിനും മാറാൻ വേണ്ടിയിട്ട് അതാണ് ബോധവനം, ബോധസൂത്രം. തുടക്കം ഇവിടുന്ന് സർവ്വമാറ്റത്തിനും വേണ്ടിയിട്ട് നമ്മൾക്ക് ജനനം മുതൽ മരണം വരെ മനുഷ്യൻ്റെ ബുദ്ധി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ നിരന്തര സർവ്വ സൊല്യൂഷനാണ് ബോധവനം, ബോധസ്വാമി, മുരുകനും ബാലസുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ സ്വാമി, ഇപ്പോൾ ഒരുപാട് വെച്ചാൽ പല ഭക്തരും പല ദേവതകളെ അല്ലെങ്കിൽ ദേവന്മാരെ ആരാധിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ ശിവഭക്തരുണ്ടാവും, വിഷ്ണു ഭക്തരുണ്ടാവും. ഇപ്പോൾ ശിവഭക്തരെടുത്ത് അല്ലെങ്കിൽ ശിവൻ ചിലപ്പോൾ എന്തെങ്കിലും ശിവനെന്തെന്ന് അറിയില്ലാതെ ആയിരിക്കും ശിവനെ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായിരിക്കും ശിവൻ്റെ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന്. സ്വാമി, ഇതിൽ ആദിസിദ്ധൻ ശിവൻ തന്നെയാണ്. സിദ്ധത്തിൽ ആദിസിദ്ധൻ ശിവൻ തന്നെയാണ്. ആദിസിദ്ധൻ. പിന്നെ അഗസ്ത്യർ വരുന്നുണ്ട്, പിന്നെ തിരുമൂലർ വരുന്നുണ്ട്, പിന്നെ കാലാങ്കിനാഥർ, പിന്നെ ബോഹനാഥർ. അപ്പോൾ സിദ്ധന്മാർ എണ്ണം 18 മാത്രം. സർവ്വത്തിലും സിദ്ധന്മാരുണ്ട്. അപ്പോൾ എണ്ണത്തിലും 18 സ്വാമി, ലക്ഷക്കണക്കിന് സിദ്ധന്മാരുണ്ട്. അപ്പോൾ ഈ പ്രധാന സിദ്ധന്മാർ പറയുകയാണെങ്കിൽ ഈ 18 അടങ്ങും. അപ്പോൾ ഇതിൻ്റെ ആദിസിദ്ധൻ മഹാദേവൻ ആദിശിവനാണ്, ആദിസിദ്ധൻ. താഴെയാണ് സർവ്വം ഇതിൽ വരുന്നത്. അതിലൊരു സംശയമില്ല. അപ്പോൾ ശിവനെ ആരാധിക്കുന്നവർ കൂടുതൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉള്ളതായിട്ട് അറിയാം? സ്വാമി, ശിവനെ ആരാധിക്കുന്നവർ അഹം ശിവനാണെന്ന് പ്രാർത്ഥിക്കുന്ന മഹാശക്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയിൽ മാർഗം, ജ്ഞാനമാർഗം. എൻ്റെ അഹം ശിവമുണ്ട്. ആ രീതിയിൽ മഹാദേവനെ കാണുന്നതാണ് ജ്ഞാനമാർഗം. ഈ സർവ്വസിദ്ധമായ യോഗിജ്ഞാനികളും ആത്മരീതിയായിട്ട് പരമാത്മാ എന്നെ ജീവാത്മ കൊണ്ട് കാണുന്ന സിദ്ധമായ സ്വാമി. അതാണ് ഇതിൽ കിട്ടിയത്. ഭക്തിമാർഗം, ജ്ഞാനമാർഗത്തിൽ കൂടെ ആത്മജ്ഞാനം അതിസുലഭമായിട്ട്. ഭക്തിമാർഗം പോകണമെങ്കിൽ കുറേ ദൂരം പോകണം. അപ്പോൾ ജ്ഞാനമാർഗം അതിസുലഭമായിട്ട് അഹം തന്നെ പരമാത്മാവിനെ കാണാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു രസകരമായൊരു ചോദ്യമാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല ഭക്തരും ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നുള്ളവരെ കാരണം എടുത്തു പറയാം. ഇപ്പോൾ പഴനി ചെല്ലുമ്പോൾ നമ്മൾ തല മുണ്ടനം ചെയ്യുക, മുടി മൊട്ടയടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊട്ടയടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. അവിടെ അങ്ങനെ എന്തോ ഉണ്ട് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ശരിക്കും പഴനിയിൽ മുടി മൊട്ടയടിച്ചൊരു അങ്ങനെ എൻ്റെ ഒരു ആചാരം വരാൻ കാരണം എന്താണെന്ന് പറയാൻ പറ്റും? സ്വാമി, അവിടെ സർവം നമ്മൾ സമർപ്പണം ചെയ്യുവാണ്. സർവം സമർപ്പണം. സമർപ്പണത്തിൻ്റെ ഒരു അടയാളം സ്വാമി. നമ്മൾ മുടി മൊട്ടയടിക്കുക. മുടി അടിക്കുക. നമ്മൾ നടന്ന് ആ മഹാദേവനെ കാണുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്കറിയില്ല, അവർക്കറിയാം. അതാണ് പ്രധാനം. നമ്മൾ സമർപ്പണം ചെയ്യാണ് അവിടത്തേക്ക്. സമർപ്പണം അതാണ് സ്വാമി അവിടെ. സർവത്തിനും സമർപ്പണം. നമ്മുടെ ആവശ്യം നമുക്കറിയില്ല, അവർക്കറിയാം. അതിൻ്റെ ഒരു വഴിപാടായിട്ട് അത് തുടക്കത്തിന് ആദ്യം ഇതാണ് സ്വാമി അവിടുത്തെ മുടി കാണിക്കുക എന്ന് പറയുന്നത്, മൊട്ടയടിയത്. അപ്പോൾ ഒരു മനുഷ്യൻ ആണ്ടി ആയാൽ മാത്രമേ അർശനാകത്തുള്ളൂ. ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനമാണ് പ്രധാനം. ആ ജ്ഞാനദണ്ഡായുധപാണി ബാലമുരുകൻ, ബാലദണ്ഡായുധപാണി പറഞ്ഞ ആണ്ടവത്സവം.